നമുക്ക് സുഗമമായി യാത്ര ചെയ്യുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യത്തിന്റെ പേരിൽ പക്ഷെ സുരക്ഷിതമായി യാത്ര ചെയ്യാനുള്ള കഴിവുണ്ടാകുമോ എന്നുള്ളതാണ് ഏറ്റവും വലിയ ആശങ്കയായി ഇപ്പോൾ നിൽക്കുന്നത്. എന്തായാലും എങ്ങനെയാണ് ഈ റോഡുകളിൽ ഇത്രയും വലിയ കെടുതികൾ സംഭവിക്കുന്നത്? ഇത്രയും പണം മുടക്കി ഇത്രയും വലിയ സന്നാഹങ്ങളോടെ പണിയുന്ന ദേശീയപാത റോഡുകളാണ് ഇപ്പോൾ പലയിടങ്ങളിലും ഇങ്ങനെ തകർന്നത്. എന്താണ് മലപ്പുറത്ത് പ്രധാനപ്പെട്ട ഈ റോഡിനെ തകർത്തത്? അതിന് കാരണമായ കാര്യങ്ങളെ കുറിച്ച് നമുക്ക് വേഗത്തിൽ വളരെ വിശദമായി പരിശോധിക്കാൻ നമ്മുടെ മുന്നിലേക്ക് അതിന്റെ കാരണങ്ങൾ വരികയാണ്. ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നല്ല ഉറപ്പുള്ള മണ്ണ് അവിടെ വേണം എന്നുള്ളതാണ് നിർദ്ദേശം. ശാസ്ത്രീയമായി ഇത് പണിയുകയാണെങ്കിൽ പക്ഷേ മലപ്പുറത്ത് ഈ സംരക്ഷണ ഭിത്തിക്കുള്ളിൽ നിറച്ചത് ചെളിമണ്ണാണ് എന്ന വിവരങ്ങൾ നമ്മുടെ മുന്നിലേക്ക് വരികയാണ്. നമുക്കറിയാം, ചെളിമണ്ണ് നിറച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും വെള്ളം വലിച്ചെടുക്കുന്നത് കൂടും. ഈ വെള്ളം നിറഞ്ഞു കഴിയുമ്പോൾ അത് പൊട്ടിത്തെറിക്കുന്ന അവസ്ഥയിലേക്ക്, ഈ വെള്ളം പുറത്തു പോകണമല്ലോ, അപ്പോൾ പൊട്ടിത്തെറിക്കുന്നു. മുകളിലുള്ള ഭാരമുള്ള ഭാഗം നേരെ താഴേക്ക് പതിക്കുന്ന സ്ഥിതിയാണ്. അതാണ് ഇപ്പം മലപ്പുറത്തൊക്കെ സംഭവിച്ചിരിക്കുന്നത്. ഇനി അടുത്ത വിവരം, ഇനി അഥവാ നിറയ്ക്കുകയാണെങ്കിൽ സംരക്ഷണ ഭിത്തിക്കുള്ളിൽ ചെളിമണ്ണ് നിറയ്ക്കുന്നുണ്ടെങ്കിൽ അത് 15% മുകളിൽ പാടില്ല എന്നുള്ളതാണ്. വെയിറ്റും കൂടും ദിവേഷ്. ചെളിമണ്ണിലേക്ക് വെള്ളം ഇറങ്ങി വെയിറ്റ് കൂടും. അപ്പോൾ ഈ സർവീസ് റോഡടക്കം തകരാനുള്ള സാധ്യത കൂടും. അതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. അതായത് നമ്മുടെ നാട്ടിലെ ചതുപ്പ് നിലങ്ങൾ, പാടങ്ങൾ, ഇതിൻ്റെയൊക്കെ പ്രകൃതിപരമായ സവിശേഷതകൾ പരിഗണിച്ചിട്ടുള്ള നിർമ്മാണ രീതിയല്ല ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് ഈ അപകടങ്ങൾ സൂചിപ്പിക്കുന്നത്. ചെളിമണ്ണ് 15% മുകളിൽ പാടില്ല എന്ന ആ നിബന്ധന പാടെ അട്ടിമറിക്കപ്പെടുന്നു. അത് ചെലവ് കുറയ്ക്കുന്നതിന്റെ ഭാഗമായിട്ടും ഒരുപക്ഷെ മണ്ണ് കിട്ടായ്മ, ഇതൊക്കെ പല കാരണങ്ങളുണ്ട്. നമ്മൾ അടച്ച് പറയുന്നതിനപ്പുറം ഈ സംവിധാനങ്ങളെല്ലാം കിട്ടുക എന്നൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഏറ്റവും അടുത്തതായി ചൂണ്ടിക്കാണിക്കുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഈ സംരക്ഷണ ഭിത്തിക്കുള്ളിലെ ചെളിയുടെ അംശം അത് കൂടിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഭാരം കൂടും എന്നുള്ളതാണ്. ആ ഭാരം കൂടുമ്പോൾ തന്നെ അത് മണ്ണിനെ ദുർബലമാക്കുന്നു, ഭിത്തിക്കുള്ളിലെ മണ്ണിനെ ദുർബലമാക്കുന്നു. അതിനോടൊപ്പം തന്നെ സർവീസ് റോഡ് അടിവശത്തുള്ള ആ ബേസിനെ തന്നെ ദുർബലമാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ഇതാണ് ഈ നമ്മുടെ എല്ലാ ദേശീയപാതകൾക്കും കൃത്യമായ സർവീസ് റോഡുകളുണ്ട്. പക്ഷേ ആ റോഡുകളുടെ സംരക്ഷണ ഭിത്തികൾക്ക് ഈ പ്രധാന പാതയുടെ വലിയ ഭിത്തികളെ അല്ലെങ്കിൽ വലിയ ചുവരുകളെ അതിൽ നിറച്ചിരിക്കുന്ന ടൺ കണക്കിന് മണ്ണിനെ താങ്ങാനുള്ള ശേഷി ഇല്ലാതെ വരുമ്പോഴാണ് സൈഡ് തെന്നി മാറുന്നു. അതോടുകൂടി പ്രധാന പാതയും ഇടിഞ്ഞു താഴ്ന്നു. അങ്ങനെ ഏറ്റവും പ്രധാനപ്പെട്ട നിലയിൽ ഒരുപക്ഷെ വളരെ ഹാർഡായിട്ടുള്ള പ്രതലങ്ങളിൽ നിർമ്മിക്കേണ്ട രീതിയാണ് നമ്മുടെ ചതുപ്പിലും അല്ലെങ്കിൽ വെള്ളക്കെട്ടിലുമൊക്കെ പണിതുകൊണ്ടിരിക്കുന്നത്. അത് കൂടുതൽ അപകടങ്ങളിലേക്ക് പോകുന്ന ആശങ്ക സ്വാഭാവികമായിട്ട് ആളുകൾക്കുണ്ട്. അതിനൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, വെള്ളം ഒഴുകാനുള്ള സംവിധാനമില്ല എന്നുള്ളതാണ്. വെള്ളമൊഴുക്കുള്ള സ്ഥലമാണ് എങ്കിൽ അല്ലെങ്കിൽ വെള്ളത്തെ ആഗിരണം ചെയ്യുന്ന മണ്ണാണ് അവിടെ ഉള്ളതെങ്കിൽ അത് ഇറ്റ് വീണ് പോകാനുള്ള സംവിധാനം ശാസ്ത്രീയമായി ഒരുക്കേണ്ടതുണ്ട്. അതില്ലാതെ പോകുന്ന സമയത്താണ് വെള്ളം അതിനുള്ളിൽ നിറഞ്ഞ് ഇതിന്റെ ഭാരം താങ്ങാൻ കഴിയാതെ അവിടെ വലിയ പ്രശ്നമുണ്ടാകുന്നത്. തുടങ്ങിയ കാര്യങ്ങളാണ് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്.